ഏറ്റവും മികച്ചൊരു മണ്ഡലകാലമാണ് കടന്നു പോകുന്നത്. മികച്ച തീർത്ഥാടന കാലം, എല്ലാ സൗകര്യങ്ങളും മികവോടെ മുന്നോട്ട് പോയി. എല്ലാ കോണിൽ നിന്നും എല്ലാവരും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ മാറ്റിവെച്ച് ഏറ്റവും നല്ലൊരു ശബരിമല കാലം എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ട ഒരു കാലത്തിലൂടെയാണ്. ഏതായാലും ഇന്ന് മകരവിളക്കാണ്. അയ്യപ്പ ഭക്തർ ഏറ്റവും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെ അവിടെ കടന്നു പോകുന്നു. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ദേവസ്വം മന്ത്രിയാണ്, ശ്രീ വി.എൻ. വാസവനെയാണ് കാണുന്നത്. അദ്ദേഹം അവിടെയാണ് ഉള്ളത്. അദ്ദേഹവും ശബരിമലയിലുണ്ട്, സന്നിധാനത്തുണ്ട്. അവിടുത്തെ ഇന്നത്തെ ഒരു ക്രമീകരണങ്ങളാകെ ഏകോപിപ്പിച്ച് നിയന്ത്രിച്ച് അതിന് നേതൃപരമായ പങ്കുവഹിച്ച് മന്ത്രി തന്നെ അവിടെ ഉണ്ട്. ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ അയ്യപ്പ ഭക്തർ ഇപ്പോൾ അദ്ദേഹം കടന്നു വരുന്ന ആ വഴിയിലൊക്കെ ഉണ്ട്. അവരുമായിട്ടൊക്കെ ഇപ്പോൾ സനോജ് കൂടിയുണ്ട്. ഞാൻ ഏതായാലും സനോജിലേക്ക് കൈമാറുകയാണ്. സനോജ്, ഗുഡ് മോർണിംഗ്. നേരത്തെ സുജു സംസാരിച്ചു. ഇപ്പോൾ സനോജിൻ്റെ അടുത്ത് ദേവസ്വം മന്ത്രി ഉണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്, സ്ക്രീനിൽ നിന്ന് തന്നെ കാണുന്നുണ്ട്. മന്ത്രി വി.എൻ. വാസവൻ ചേരുകയാണ്. ഇന്നലെ തന്നെ മന്ത്രി ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തി. ഇപ്പോൾ കൂടുതൽ തീർത്ഥാടകർ തമ്പടിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ നേരിൽ കണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രിയും ദേവസ്വം ബോർഡ് മെമ്പർമാരും ദേവസ്വം കമ്മീഷനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. മിനിസ്റ്ററെ, തീർത്ഥാടകരുടെ ഒരു മഹാപ്രവാഹം എന്ന് വേണമെങ്കിൽ പറയാം. ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ തീർത്ഥാടകർ തമ്പടിച്ചിരിക്കുകയാണ്. എന്താണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്? സംക്രമത്തിൻ്റെ ഭാഗമായി മകരജ്യോതി ദർശിക്കാൻ വേണ്ടി കാലേകൂട്ടി എത്തിച്ചേർന്ന അയ്യപ്പന്മാർ പർണശാലകൾ കെട്ടി ശബരിമലയുടെ എല്ലാ പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. മുമ്പെങ്ങും ഇല്ലാത്ത രൂപത്തിലുള്ള തീർത്ഥാടന പ്രവാഹമാണ് കാണാൻ കഴിയുന്നത്. 2-3 ദിവസം മുമ്പേ തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ പ്രദേശത്തും പ്രത്യേക ഒരു വ്യൂ പോയിൻ്റ് അവർ നേരത്തെ കരുതി കൂട്ടി വെച്ച് ആ വ്യൂ പോയിന്റിൽ കയറി ദർശനം ഉറപ്പാക്കാൻ വേണ്ടി, മകരജ്യോതി ദർശനം ഉറപ്പാക്കാൻ വേണ്ടിയാണ് അത്തരമൊരു ശ്രമകരമായ നീക്കത്തിലേക്ക് അയ്യപ്പന്മാർ നീങ്ങിയിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിലെല്ലാം കനത്ത ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ് സംവിധാനങ്ങളും ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സംവിധാനങ്ങളും എല്ലാ തരത്തിലുള്ള ജാഗ്രതാപൂർണമായ സമീപനങ്ങൾ സ്വീകരിച്ച് ഞങ്ങളും എല്ലാ സ്ഥലവും നോക്കി പരിശോധിക്കുകയാണ്. ഏതെങ്കിലും കുറവുണ്ടോ, എല്ലാ പോരായ്മകളും പരിഹരിച്ച് ദർശനം ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് മകരജ്യോതിയുടെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. സായാഹ്നത്തോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തിൽ എത്തിച്ചേരും. അത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. ഇതേ സമയത്ത് തന്നെയാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയിക്കുക. അത് ദർശനിക്കാൻ വേണ്ടിയാണ് തീർത്ഥാടകർ ഇത്രത്തോളം കാലേകൂട്ടി തന്നെ വന്ന് ഇവിടെ പർണശാലകൾ കെട്ടി താമസിക്കുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇപ്പോൾ ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. എല്ലാം ഒരു കുറവും കൂടാതെ ഇതുവരെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പൊതു സാഹചര്യമാണുള്ളത്. എന്തെങ്കിലും ന്യൂനതകളുണ്ടോ എന്നുകൂടി നോക്കാനാണ് ഞങ്ങൾ രാവിലെ തൊട്ട് എല്ലാ ക്യാമ്പിലും പോകാൻ തീരുമാനിച്ച് രാവിലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 5000-ഓളം പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവിധ പ്രദേശങ്ങളിലേക്ക്. ഈ സന്നിധാനത്ത് മാത്രം 1800 പേരെ. അപ്പോൾ വലിയ തോതിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണോ ഒരുക്കിയിട്ടുള്ളത് പോലീസ്? അതെ, 5000 അല്ല, അതിനേക്കാൾ കൂടുതൽ. ഇപ്പോൾ നമ്മുടെ എരുമേലിയിൽ, നിലയ്ക്കൽ, പമ്പയിൽ, സന്നിധാനത്തിൽ, പുല്ലുമേടിൽ ഇങ്ങനെ എല്ലാം കൂടി എടുക്കുമ്പോൾ 5000 അല്ല, 10000-ലേറെ പോലീസുകാരും അതുപോലെ തന്നെ വനപാലകരും അഗ്നിശമന സേനാംഗങ്ങളും എല്ലാവരും ജാഗ്രതാപൂർണമായ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ 2-3 ദിവസങ്ങളായി ഈ കാര്യത്തിൽ അതീവ ജാഗ്രതയോടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.